ഒരു ഇന്റർനാഷണൽ ലെവൽ മൂവിയാണ്. നല്ല മേക്കിംഗ് ഒക്കെയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ഒരു ഫാന്റസി സിനിമയാണ്, ഒരിക്കലും ഒരു ആക്ഷൻ സിനിമയല്ല. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ ക്രിസ്മസ് ദിനത്തിൽ ഇറക്കാൻ പറ്റിയ സിനിമയാണ്. ഒരു വെട്ടോ കുത്തോ കൊലപാതകോ ബ്ലഡോ ഒന്നുമില്ല. ഫാമിലിയായിട്ട് ഫുൾ ടൈം വന്നിരുന്ന് കണ്ട് സന്തോഷിക്കാൻ പറ്റിയ സിനിമയാണ്. ലാലേട്ടൻ 47 വർഷത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ ചെയ്ത ഡയറക്ഷൻ ചെയ്ത സിനിമയാണ്. എല്ലാവരും മലയാളികളായിട്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, വിജയിപ്പിക്കണം. സന്തോഷപൂർവ്വമായിട്ട് ഞാൻ പറയുകയാണ്, അത്ര നല്ല സിനിമയാണ് ഇത്. വിഷ്വല് ഭയങ്കരമാണ്. വിഷ്വലായിട്ട് കാണാനുള്ള എല്ലാം ഇതിനകത്ത് 3D അടിപൊളിയാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, സൂപ്പറാണ്. മോഹൻലാൽ ലാലേട്ടന്റെ ജീവിതത്തിലെ സൂപ്പറായിരുന്നു. നല്ല പടം. നന്നായിരുന്നു. പടം കുഴപ്പമില്ല, ഓവറോൾ കുഴപ്പമില്ല. പക്ഷെ ഒരു സ്ലോ മൂവിയാണ്. പക്ഷെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. കേട്ടില്ല. ലാലേട്ടൻ്റെ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു പടമാണ്. മീൻസ് ഞാൻ പറഞ്ഞു 3D ഒക്കെ ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ സ്പെക്സ് ഒക്കെ ഇട്ട് കാണുമ്പോൾ സംഭവം നല്ല ഹെവി ഫീലാണ്. പക്ഷേ എന്താ വെച്ചാൽ പടം സ്ലോ ആയിട്ടാണ് പോകുന്നത്. സ്റ്റോറിയാണ്, ഒരു ക്ലാസിക്കൽ സ്റ്റോറി പോലെ പോകുന്നൊരു മൂവിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. ഒരു ലാഗ് ഇച്ചിരി ഫീൽ ചെയ്യും, പക്ഷേ കുഴപ്പമില്ല. തിയേറ്ററിൽ കാണാം. ഫാമിലി അപ്പോൾ ഇന്ന് എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്. ആ രീതി കാണണമെന്നുള്ളൂ. ഒരു മാസ് മസാല മൂവിയുടെ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല. കഥ പറഞ്ഞു പോവുകയാണ്. ഒരു വലിയ കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും. നല്ല പടമായിരുന്നു. നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ എക്സ്പീരിയൻസ് ഫുൾ എൻ്റെ അകത്ത് നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സുഖം. 2 സോങ്ങാണ് നമുക്ക് എൻ്റെ അകത്തുള്ളത്. പക്ഷെ നന്നായിട്ട് കുഴപ്പമില്ല. മ്യൂസിക്കിൽ എടുത്ത് പറയാൻ മാത്രമായിട്ടില്ല. പക്ഷെ ആ വിഷ്വലൈസേഷനൊക്കെ നല്ല രസമുണ്ട്. ഫാമിലി ഓഡിയൻസിന് ഫുൾ കാണാം. നല്ല പടം. പടം വിഷ്വലി ഗുഡാണ് പടം. പക്ഷെ ഫസ്റ്റ് ഹാഫിനെ സംബന്ധിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഇച്ചിരി ലാഗും കാര്യങ്ങളും ഉണ്ട്. പിന്നെ പടത്തിന് ഫസ്റ്റ് ഹാഫിൻ്റെ സംബന്ധിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലാഗ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. സംവിധാനത്തിലും വിഷ്വലിലും ഗുഡാണ് പടം. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. കുട്ടികൾക്കും ഫാമിലിക്കും വന്ന് കാണാം. മാർക്കോ പോലെയല്ല, അതിനും നല്ല ഫൈറ്റ് ഒന്നുമല്ല. വിഷ്വലി അടിപൊളിയാണ് പടം. ക്ലാസിക് ആവാനുള്ള പടമുണ്ട്. ഇപ്പം ആവില്ല. ഇപ്പം ആർക്കും മനസ്സിലാവാനുള്ള എത്തിയില്ല. ആ മൂവി കൊള്ളാം. ലാലേട്ടൻ്റെ അഭിനയമൊക്കെ സൂപ്പറാണ്. നല്ലോണമായിട്ടുണ്ട്. ഡയറക്ഷനൊക്കെ സൂപ്പറായിരുന്നു. അടിപൊളി പടം. ലാലേട്ടൻ പിള്ളേർക്കൊക്കെ കാണാൻ പറ്റിയ പടം. 3D പടം. രണ്ടും കൊള്ളാം. ഇത് അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിരുന്നു. അതുപൊളിയായിരുന്നു. പിള്ളേർക്ക് ഞാൻ പറഞ്ഞ മസ്റ്റ് വാച്ചാണ് പിള്ളേർക്ക്. നല്ലതാണ്. ഇഷ്ടപ്പെട്ടോ? അതിനൊരു കാർട്ടൂൺ കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ. ആ കാർട്ടൂൺ കഥാപാത്രത്തിനുള്ള മോഹൻലാലിനെ അടിപൊളിയായിരുന്നു പടം. അതെ അടിപൊളിയാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ ലാലേട്ടൻ്റെ ഫസ്റ്റ് പടം അടിപൊളിയായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ പടം? അതിലൊരു കുഞ്ഞു കാർട്ടൂൺ കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഡയറക്ഷൻ എന്തായാലും അടിപൊളിയായിരുന്നു. അതെ.